ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മനോഹരമായിട്ടൊരു ഡാൻസ് പെർഫോമൻസ് ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുന്നതും ആ ഒരു കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിന് 100% എന്താണ് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആണുള്ളത്. മറ്റാരുമല്ല, നമ്മുടെ സാബുമാൻ ഈ പട്ടണത്തിൽ ഭൂതം സിനിമയിലെ ഭൂതമായിട്ട് അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ആര്യൻ, മായാമോഹിനിയായിട്ട് ആര്യൻ അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നുണ്ട്. പിന്നീട് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസ് നമ്മുടെ വേലായുധനായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നൂറയെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാർത്തുമ്പിയായിട്ട് നൂറ അടിപൊളിയായിട്ട് ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ അടിപൊളിയായിട്ട് നൂറൊക്കെ അത് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും 100% എഫേർട്ട് ഇട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പലപ്പോഴും എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ യഥാർത്ഥ സ്വഭാവം ആ ഒരു ക്യാരക്ടറിലേക്ക് കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ 100% ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഈ പറയുന്ന നമ്മുടെ ആര്യൻ, അതുപോലെ തന്നെ സാബുമാൻ, ഷാനവാസും നൂറയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബിന്നി അടിപൊളിയായിട്ട് ആ ഒരു സിക്കിൻ്റെ വേഷമൊക്കെ ചെയ്യുന്നുണ്ട്. നെവിൻ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. വേദലക്ഷ്മി ആയാലും കാണാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അക്ബർ ഖാൻ്റെ മിന്നൽ മുരളി അതും നമുക്ക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു എന്താണ് ക്യാരക്ടറിൽ ഇടക്കിടക്ക് കയറി വരുന്നു അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ അനീഷിൻ്റെ മറ്റേ ആ ഒരു ജോക്കർ സിനിമയിലെ ആ ഒരു വേഷം, അനീഷ് വേഷത്തിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ക്യാരക്ടറായിട്ട് മാറുന്നതിൽ കുറച്ച് അനീഷിൻ്റേതായിട്ടൊരു ഒരു ക്യാരക്ടറിലേക്കാണ് ആ ഒരു ജോക്കറിനെ മാറ്റിയെടുത്തിരിക്കുന്നത്. ജോക്കറായിട്ട് അനീഷ് മാറിയിട്ടില്ല. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് പിന്നെ കാണാനായിട്ട് ഏറ്റവും ലുക്കുള്ള നമ്മുടെ ഷാനവാസ് ആ ഒരു മീശയൊക്കെ പിരിച്ച് ലാലേട്ടനെ പോലെ തന്നെ നല്ല ഭംഗിയിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. എന്തൊക്കെയാണെങ്കിലും ടാസ്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ടാസ്ക് എല്ലാ സീസണുകളിലും നമ്മൾ സജീവമായിട്ട് കണ്ടുവരുന്ന ടാസ്ക്കാണ്. ഓരോരോ ഫിലിം ക്യാരക്ടേഴ്സ് ഇങ്ങനെ കൊടുക്കും. ആ ക്യാരക്ടേഴ്സായിട്ട് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് മാറണം. അതിനുശേഷം ഒരു പ്രത്യേക വേദി ഈ പറയുന്ന ഡാൻസിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ വന്ന് കണ്ടസ്റ്റൻസ് ഡാൻസ് കളിക്കുക. ഈ ഒരു ടാസ്ക് നമ്മൾ എല്ലാ സീസണുകളിലും സജീവമായിട്ട് കണ്ടുവരുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ടാസ്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്